കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് എബ്രായലേഖനം 11-ാം അധ്യായം. അതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന വാക്യങ്ങൾ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് മോശയുടേതായിരിക്കുന്ന ജീവിതം. മോശ 40 വർഷം കൊട്ടാരത്തിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ആയിരുന്നത്? കൊട്ടാരത്തിലെ 40 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് മോശയുടെ ജീവിതത്തിൽ ഒരു വാസ്തവമായിട്ട് 3 കാര്യങ്ങൾ മോശ വിട്ട് കളഞ്ഞ് 3 കാര്യങ്ങൾ മോശ ഏറ്റെടുത്തു. ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. 2, പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ടത് വെച്ചു. 3, മിസ്രൈമിലെ നിക്ഷേപം വേണ്ടത് വെച്ചു. ഏതൊക്കെ വേണമെന്ന് താൻ മനസ്സിലാക്കി. ഒന്നാമതായിട്ട് അബ്രഹാമിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ താൻ ആഗ്രഹിച്ചു. 2, ദൈവജനത്തോടുകൂടെ ചേർന്ന് കഷ്ടത അനുഭവിക്കാൻ ആഗ്രഹിച്ചു. 3, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് ഏറ്റെടുത്തു. ഇത് 3 കാര്യങ്ങളും താൻ 40 വർഷക്കാലം കൊട്ടാരത്തിൽ ജീവിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. ഇത് 3ഉം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി ഒരു ദൈവജന ജീവിതത്തിൽ കടന്നു വരുന്ന 3 പാപ സ്വഭാവങ്ങൾ ഏതൊക്കെയായിരുന്നു? ജഡമോഹം, കൺമോഹം, ജീവനത്തിലെ പ്രതാപം. ഈ 3 പാപങ്ങളായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് രാത്രി ഈ 40 വർഷം കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് വ്യക്തിയും ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങൾ അതോടുകൂടെ എല്ലാം ആയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രാരംഭമായിട്ടെങ്കിലും ഇത് ഒരു ജയം എടുത്തുകൊണ്ട് വേണം തൻ്റെ ശുശ്രൂഷയുടെ കാലം തുടങ്ങുവാൻ. അതാണ് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. എന്നാൽ ജീവിതത്തിന് അന്ത്യം വരെയും കിടപിടിച്ചുകൊണ്ട് നിൽക്കേണ്ട വിഷയങ്ങളാണ് ഇത് 3എങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 27-ാമത്തെ വാക്യം, വേഴ്സ് 27, 27-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം മോശയുടെ ഒരു പ്രവർത്തനത്തെ നമ്മളിവിടെ കാണുക. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഭാഗം ഇതാണ്. ഒന്നാമത് നമ്മളിവിടെ കാണുന്നത് രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ല. രാജാവിൻ്റെ കോപം ഈ മോശയ്ക്ക് ഒരു ഭയവും കൊണ്ടുവന്നില്ലെന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് മോശ അതിനകത്ത് ഭയം ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ബട്ട് ഇവിടെ നമ്മൾ കാണുന്നത് മോശ മിസ്രയീം വിട്ടുപോകുന്നു. മോശ മിസ്രയീം വിട്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 സമയങ്ങളിലാണ് മോശ മിസ്രയീം വിട്ടുപോകുന്നത്. ഒന്നാമത് മോശ വിട്ടുപോകുന്ന സമയം എന്ന് പറയുന്നത് 40 വയസ്സ് തികഞ്ഞതായ സമയത്ത് മോശ തൻ്റെ സഹോദരന്മാരെ കാണുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഒരു മിസ്രയീമൻ ഒരു ഇസ്രയേലിനുമായിട്ട് വഴക്കിടുന്ന കാഴ്ച കണ്ട് മിസ്രയീമിനെ തല്ലിക്കൊന്ന് മറവ് ചെയ്തു. 2ാമത്തെ ദിവസം 2 ഇസ്രയേൽ മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവരോട് ന്യായമായിട്ട് മോശ ഒന്ന് സംസാരിക്കുവാൻ ശ്രമിച്ചു. ആ സമയത്ത് അവർ മോശയോട് ഇപ്രകാരം പറഞ്ഞു, നിന്നെ ആരാണോ ഞങ്ങൾക്ക് ന്യായാധിപനാക്കിയത്? മോശ ഒരു കാര്യം മനസ്സിലാക്കി, ഫറവോനെ തല്ലിക്കൊന്ന് മറവ് ചെയ്തത് ആരും കാണാതിരുന്നില്ല. എല്ലാവരും അത് മനസ്സിലാക്കി. അവസാനം ഈ റിപ്പോർട്ട് ഫറവോ രാജാവിന്റെ മുൻപിൽ വരെ ചെന്നു. ഫറവോ രാജാവിന്റെ മുൻപിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുണ്ടായി, മോശ എന്നുള്ള ബാലൻ ഈ മിസ്രൈമിൽ വന്ന സമയം മുതൽ ഫറവോ രാജാവിന്റെ തലവേദന തുടങ്ങിയതാണ്. കാരണം അവർക്കറിയാം ഇസ്രായേൽ മക്കളുടെ പുറപ്പാട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടക്കുവാൻ പോവുകയാണ്. അതിനുവേണ്ടി അവർക്കൊരു നായകൻ ഉണ്ടായിരിക്കണം. ആ നായകനായിരിക്കുന്ന വ്യക്തിയായിരിക്കും മോശ എന്നുള്ളൊരു ഡൗട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവരങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കി, ഇനിയും ഈ മോശ ഇവിടെ ജീവനോടെ വെച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് മോശയെ കൊല്ലേണ്ടത് ആവശ്യമാണ്. രാജാവ് മോശയെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ മോശ ചെയ്തത് അവിടുന്ന് ഒരോട്ടമോടി. ഭയപ്പെട്ട് മോശയോടി. മോശയുടെ ഓട്ടത്തെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചിട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്ട്. Exodus chapter 2 verse 14-15. മോശ എന്ത് ചെയ്തു?
പേടിച്ചു. അപ്പോൾ മോശ പേടിച്ചിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം. മോശ എന്ത് ചെയ്തു? നേരെ അവിടുന്ന് മിദ്യാനിലേക്ക് ഒരു ഓട്ടം ഓടി. അപ്പോൾ മിദ്യാനിലേക്ക് മോശ ആദ്യം ഓടിപ്പോകുന്നത് എന്ത് ചെയ്തിട്ടാ? പേടിയോടുകൂടെ. നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ മടങ്ങി വരിക. ഇവിടെ നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: അവൻ അദൃശ്യനായിരിക്കും ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടു പോന്നു. അങ്ങനെയെങ്കിൽ മോശയുടെ ഒന്നാമത്തെ ഓട്ടം എന്ന് പറയുന്നത് എങ്ങനെയാ മോശ ഓടിപ്പോയത്? ഭയത്തോടുകൂടെ. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, മോശയുടെ ഒന്നാമത്തെ ഓട്ടമായിരുന്നില്ല ദൈവത്തിന്റെ ദാസൻ ഇവിടെ പ്രസന്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത്. പിന്നെ മോശയുടെ എത്രാമത്തെ ഓട്ടമാണ്? അതിനുശേഷം 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മധ്യത്തിൽ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം മോശയ്ക്ക് വെളിപ്പെടുകയും അതിനുശേഷമായിട്ട് മോശ തിരിച്ച് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അധീനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു പോകുന്ന സമയം എന്ന് പറയുന്നത് മോശയുടെ ജീവിതത്തിൽ ഒരു ഭയത്തിന്റെ സമയമായിരുന്നില്ല. രാജാവിന്റെ മുൻപിൽ ധൈര്യമായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് സാധ്യമായി. ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് അതിനാധാരമായിട്ട് 10-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, വേഴ്സ് 28 and 29, 28-29. ഫറവോ മോശയെ വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ്: ഇനിയും നീ എൻ്റെ മുഖം കാണുകയാണെങ്കിൽ നീ എനക്കെന്തുണ്ടാകും? നിന്നെ കൊല്ലും ഞാൻ. ഇനിയും നിങ്ങൾ മനസ്സിലാക്കാൻ, ഇവിടെ ആരാ ഇത് കൽപ്പിക്കുന്നത്? അന്നത്തെ രാജാവായിരിക്കുന്ന ഫറവോ, കൊല്ലാൻ അധികാരമുള്ള ഫറവോ. അപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാജാവിനോട് നിയമം പറയുവാൻ ഇടയായിത്തീർന്ന മോശയോടാണ് രാജാവ് ഇപ്രകാരം പറഞ്ഞത്: നീ ഇനിയും എൻ്റെ മുഖം കണ്ടാൽ അന്ന് ഞാൻ നിന്നെ കൊല്ലും. താഴത്തെ വാക്യം വായിച്ചേ. എന്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന് മോശ, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ഫറവോ പറഞ്ഞു, നീ എൻ്റെ മുഖം ഇനി കാണുമെന്ന നാൾ നീ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഈ മോശ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഭയത്തോടുകൂടെ മോശ മാറുകയല്ല. മോശ എന്ന് തിരിച്ച് വളരെ ചിരിച്ചുകൊണ്ട് പറയുക, അങ്ങനെ ആകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ആരുടെ മുൻപിലായി നിൽക്കുന്നത്? രാജാവിൻ്റെ മുൻപിൽ. കൊല്ലുവാൻ അധികാരമുള്ള രാജാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ കൊല്ലുവാനുള്ള നിയമം പുറപ്പെടുവിക്കുന്ന സമയത്ത് വളരെ പുഞ്ചിരിയോടുകൂടെ ഈ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ മോശയെ നിനക്കെങ്ങനെ പറ്റി എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. രാജാവിൻ്റെ കോപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. രാജാവിൻ്റെ കോപം എന്ന് പറയുന്നത് മരണദൂതന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ രാജാവിന് കോപം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ മരണം നിശ്ചയമാണ്. മരിക്കാനുള്ള സകല വകുപ്പും അതിനകത്തുണ്ട്. വായിച്ചിട്ട് സദൃശ്യവാക്യം 16-ാം അധ്യായം 14-ാമത്തെ വാക്യം, Proverbs chapter 16 verse 14. വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താട്ട് 19th chapter verse 12, 20th chapter 20 verse 2, Ecclesiastes chapter 10 verse 4, സഭാപ്രസംഗി 4:2, 10:4, Daniel chapter 2 verse 12, 3rd chapter verse 13. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊടുക്കുക. ഒറ്റ വാക്യം മാത്രം നിങ്ങൾ വായിച്ചാട്ട് 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, Proverbs 16:14. രാജാവിന്റെ കോപം എന്ന് പറയുന്നത് ഏതിന് തുല്യം? മരണദൂതന് തുല്യം. എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഓഫ് ഡെത്തിനെ ക്ഷണിക്കുന്നതാണ് രാജാവിന് കോപമുണ്ടാക്കിയ. എന്ന് പറഞ്ഞാൽ 100% എന്ത് സംഭവിക്കും? ആര് രാജാവിന് കോപം ഉണ്ടാക്കുന്നുവോ ആള് കൊല്ലപ്പെടും. അവൻ ജീവനോടെ ഇരിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, രാജാവിൻ്റെ കോപം മരണദൂതന് തുല്യമാകുന്നു എങ്കിൽ
ആ രാജാവിൻ്റെ കോപമാണ് മോശ ഇപ്പം ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. എന്താണ് മോശയ്ക്ക് സാധ്യമായി തീർന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്തുകൊണ്ട് മോശയെ നിനക്ക് ധൈര്യമാണെന്നു നമ്മളിവിടെ കാണുന്നത്? ഫറവോ രാജാവിൻ്റെ മുൻപിൽ മോശ നിൽക്കുമ്പോൾ ഒരല്പം പോലും ഭയത്തോടുകൂടെ അല്ല മോശ നിൽക്കുന്നത്, പകരം ധൈര്യമായിട്ട് നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, രാജാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. കൊല്ലാൻ അധികാരമുള്ളവൻ, വിടുവിക്കുവാൻ അധികാരമുള്ളവൻ, എന്തും ചെയ്യുവാൻ അധികാരമുള്ളവൻ. ഒരു രീതിയിൽ നോക്കിയാൽ ഈ രാജാവിൻ്റെ രാജ്യത്ത് ഒരടിമയെ പോലെ ആയിരിക്കുന്ന മോശയ്ക്ക് രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രാജാവിന് കോപം വന്നാലും ഒരല്പം പോലും ഭയമില്ലാതെ മുൻപോട്ട് പോകുവാൻ കാരണമായി തീർന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഇത് മോശയുടെ മാത്രം പ്രത്യേകതയല്ല, അനേക ദൈവദാസന്മാർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ നെബൂഖദ്നേസറിന്റെ മുഖഭാവമൊക്കെ മാറി, സംഭവമൊക്കെ ഒന്ന് ചൂടായി, പുള്ളിയുടെ മുഖമൊക്കെ അങ്ങ് ചുമക്കുമ്പോഴും ഈ 3 ബാല്യക്കാർ പറയുന്ന ഒരു വേർഡുണ്ട്: രാജാവേ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാൻ പോകുന്നില്ല. നീ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിട്ടാലും ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഞങ്ങൾ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങളൊരു ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ മറ്റൊന്നിനെയും ആരാധിക്കത്തില്ല. ഈ 3 കൊച്ചു ബാലന്മാരവരുടെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ രാജാവിന്റെ കോപത്തിൽ ധൈര്യമായിട്ട് നിൽക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഹെരോദ രാജാവിന്റെ കോപത്തിന് മുൻപിൽ ഒരു യോഹന്നാൻ സ്നാപകന് ധൈര്യമായിട്ട് നിൽക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, ഒരു ഹെരോദ രാജാവിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു പീലാത്തോസിന്റെ മുൻപിൽ എൻ്റെ അരുമനാഥനാകുന്ന യേശു ധൈര്യമായിട്ട് നിൽക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ പല പ്രതികൂലങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, തങ്ങളെ കൊല്ലുവാൻ അധികാരമുള്ളവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഇവരെല്ലാവരും ധൈര്യമുള്ളവരായി നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങളെ ഭയപ്പെടുന്ന വിഷയം എന്തായിരുന്നാലും ആ ഭയപ്പെടുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കാനായിട്ട് ഇടവരും. എൻ്റെ വിഷയം അതാ. നമ്മളെ കഴിഞ്ഞ നാളുകൾ ഭയപ്പെടുത്തിക്കൊണ്ട് നീ ഇല്ല, നശിച്ചു പോകുമെന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ആ ഭയപ്പെടുത്തുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് ലഭിക്കണമെങ്കിൽ കൊച്ചു കാര്യം കൊണ്ടൊന്നും നടക്കത്തില്ല. ഇത് മോശയോട് വിളിച്ച് ചോദിച്ചാൽ മോശ പറയും എങ്ങനെ ഇത് സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ മോശ എങ്ങനെ അത് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുവാൻ സാധിക്കുമെങ്കിൽ 100% നമുക്കും ചിരിച്ചോട് നിൽക്കാൻ സാധിക്കും. എത്രയൊക്കെ ആഗ്രഹമുണ്ട് കരമിക ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭയമില്ലാത്തൊരു കരമാണ് തീർച്ചയായിട്ടും. എത്രമാത്രം ധൈര്യശാലികളോ! ഭയങ്കരം ധൈര്യശാലിയായിരുന്ന ഒരു ഏലിയ ആഹാബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയ വീര്യപ്രവൃത്തി ചെയ്തവൻ. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ പുള്ളിയുടെ ഭാര്യ ഏതാണ്ട് പറഞ്ഞെന്ന് ആരാണ്ട് പറഞ്ഞു കേട്ട് ഈ പുള്ളി ഒളിച്ച പുള്ളിയാ. മനസ്സിലാക്കിയോ? ധൈര്യശാലി എന്ന് പറഞ്ഞവരുടെ ധൈര്യം കാണണം. കുറച്ച് കഴിയുമ്പോൾ എന്തുവാ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് അറിയാമോ? വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ബലം വെളിപ്പെടുത്തേണ്ട സമയം ഏതെന്ന് ചിന്തിക്കുമ്പോൾ, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലയോ? പ്രൈസ് എന്ത് വന്നാലും ഞാൻ കുലുക്കത്തില്ല. ഒരു കഷ്ടം വരുമ്പോൾ അറിയാം നമ്മുടെ കുലുക്കം എവിടെ ആയെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ധൈര്യശാലികൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായി. എല്ലാവരും ഇങ്ങനെ ധൈര്യശാലികൾ ആകട്ടെ എന്ന് ആത്മാർത്ഥമാണ് ഞാൻ പ്രാർത്ഥിക്കുകയെങ്കിലും ആകാത്തവർക്ക് വേണ്ടിയുള്ള മെസ്സേജായി ഇന്ന് രാത്രി ഞാൻ തരാൻ പോകുന്നത്. എന്താണ് ഇവരുടെ പ്രത്യേകത? മോശയുടെ പ്രത്യേകത എന്താ? ചില കാര്യങ്ങൾ മോശ മനസ്സിലാക്കിയത് നമുക്ക് ഒരു അനുഗ്രഹമായി തീരുക. എന്താണ് മോശ മനസ്സിലാക്കിയത്? വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു. ഒന്നാമതായിട്ട് മോശ ഒരു കാര്യം മനസ്സിലാക്കി. തൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്തെന്നുള്ളത് മോശ മനസ്സിലാക്കി. മോശ, നിങ്ങൾക്കറിയാൻ, മോശ വന്നത് മിസ്രൈമിൽ നിന്നാണ്.
താൻ ജനിച്ചത് മിസ്രൈമിലാണ്. മിസ്രൈമിലെ സകലവിധമായിരിക്കുന്ന കാര്യങ്ങളും ഭംഗിയായിട്ട് അറിയാവുന്ന ഒരു മോശ മിസ്രൈമിനോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കാണുന്ന പോലെ ആയിരിക്കും. ഓരോ വീടിന്റെ മുമ്പിൽ ഒരു കൊച്ചു ബിംബമുണ്ട്, അവിടെ കുറച്ച് പൂവുണ്ട്, ഭസ്മമുണ്ട്, എവിടെ നോക്കിയാലും ആരാധനയാ. ഇതേ ഒരു കാഴ്ചപ്പാടാണ് മിസ്രൈമിലുണ്ടായിരുന്നത്. എവിടെ നോക്കിയാലും ബിംബാരാധന നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അവർക്ക് തവളയാണെങ്കിലും ദൈവമാ, സൂര്യനാണെങ്കിലും ദൈവമാ, അവർക്ക് നൈൽ നദിയാണെങ്കിലും ദൈവമാ, പേനാണെങ്കിലും ദൈവമാ, ഏതെടുത്താലും അവർക്ക് ദൈവമെന്ന് പറഞ്ഞു കൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് മോശ എഴുന്നേറ്റപ്പോൾ മോശ ഒരു കാര്യം മനസ്സിലാക്കി. എൻ്റെ ദൈവത്തിന് ഇതുപോലെയല്ല, എൻ്റെ ദൈവം ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എൻ്റെതാ. എൻ്റെ ദൈവം അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. മോശ മനസ്സിലാക്കി എൻ്റെ ദൈവം ആര്? ഇൻവിസിബിൾ ഗോഡ്. അവൻ അദൃശ്യനായിരിക്കുന്ന ദൈവം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, വേദപുസ്തകം പറയുന്നു മോശ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ട് പോരുവാനുള്ള ഒന്നാമത്തെ കാരണം അവൻ ദൈവത്തെ മനസ്സിലാക്കി, അവൻ അദൃശ്യ ദൈവത്തെ കണ്ടുവെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മോശ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനോഹരമായിട്ടൊരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച കണ്ടത്? ഒരു മുൾപ്പടപ്പ് വെന്തുകൊണ്ടിരിക്കുക, പക്ഷെ തീ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ മുൾപ്പടപ്പിനകത്ത് എന്ത് നടക്കുന്ന സംഗതി ഒന്നും വേകുന്നില്ല, ഒന്നും പോലും ദഹിച്ചു പോകുന്നില്ല, തീ കത്തിക്കൊണ്ടിരിക്കുക. ഈ അത്ഭുത കാഴ്ച കാണാനായിട്ടാണ് മോശ അങ്ങോട്ട് അടുത്ത് ചെന്നത്. അടുത്ത് ചെന്നപ്പോൾ മോശ അവിടെ ഈ പ്രത്യേകമായ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദം കേട്ടു. ശബ്ദമേ കേട്ടുള്ളൂ, മറ്റൊന്നും കണ്ടില്ല. കണ്ടത് മുൾപ്പടപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ദഹിച്ചു പോകാത്ത കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഒരു ശബ്ദം കേട്ടു, മോശേ മോശേ, നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാൽ നിന്റെ കാലിന് ചെരിപ്പഴിച്ചു വിടുക. നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേട്ടെന്നല്ലാതെ ദൈവത്തെ മോശ കണ്ടില്ല. ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ മോശ കണ്ടുവെന്നുള്ള സത്യമാണ്. ദൈവം വെളിപ്പെട്ടത് മോശ കണ്ടുവെന്നുള്ള സത്യമാണ്. മനോഹരമായിരിക്കുന്ന ഒരു മുൾപ്പടപ്പ് കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച മോശ ദൂരത്തു നിന്ന് കണ്ടുവെന്നുള്ള സത്യമാണ്. പക്ഷെ മുൾപ്പടപ്പ് കത്തുന്ന കാഴ്ച മോശ കണ്ടു, മോശ ദൈവത്തെ കണ്ടില്ല. പക്ഷെ ദൈവത്തിന്റെ സ്വരം മോശ കേട്ടു. ദൈവത്തിന്റെ സ്വരം മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് മോശ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ദൈവം ഇൻവിസിബിൾ, അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ യാഥാർത്ഥ്യം മോശ മനസ്സിലാക്കി. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി മോശ മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്തും യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മോശയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ മോശ 40 ദിവസം ആയിരുന്നപ്പോൾ മോശ ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ദൈവമേ, നിന്റെ അസാധാരണമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവിക പ്രകാശം വെളിപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവിക ദർശനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മോശ ദൈവത്തോടൊരു ചോദിച്ചു, കർത്താവേ, ഒന്ന് മാത്രം എനിക്ക് മതി. എന്തുവാ? നിന്റെ മുഖം എനിക്കൊന്ന് കാണണം. എന്താ മോശേ നീ ദൈവത്തിന്റെ മുഖം കാണുവാൻ ആഗ്രഹിച്ചത്? മോശ ഇത്രത്തോളം അടുത്ത് ദൈവത്തോടുകൂടെ നടന്നപ്പോൾ ദൈവത്തിന്റെ പല മാനിഫെസ്റ്റേഷൻസ് മോശ മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നുവെങ്കിലും അദൃശ്യനായ ദൈവത്തിന്റെ സ്വരം താൻ കണ്ടു, ദൈവത്തിന്റെ പ്രവർത്തനം താൻ കണ്ടു, ദൈവത്തിന്റെ കരങ്ങളുടെ കരുതൽ താൻ കണ്ടു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ദൈവത്തെ താൻ കണ്ടില്ല. അതുകൊണ്ട് ഒരാഗ്രഹം തോന്നിയതായി, എൻ്റെ ദൈവം കൈയുള്ളവനായിട്ടല്ല, കൈയില്ലാത്തവനായതുകൊണ്ടല്ല തൻ്റെ കൈയിൽ എന്നെ വഹിച്ചത്. എൻ്റെ ദൈവം കാണാത്തത് കൊണ്ടല്ല ഞാൻ എങ്ങനെ നടക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിലെല്ലാം ഉണ്ട്. എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് കാണണം. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം മോശയുടെ ആഗ്രഹത്തെ മാനിക്കുന്നത് ലാസ്റ്റില്ല. ദൈവം പറഞ്ഞു, എന്നിട്ടും മോശയോട് പറഞ്ഞു, മോശേ, നീ എൻ്റെ മുഖം കണ്ട് ജീവനോടെ ഇരിക്കത്തില്ല, നീ മരിച്ചു പോകുവാൻ കാരണമായി തീരും.
അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, 80-ാമത്തെ വയസ്സിൽ മോശ മിസ്രൈം വിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത്, മോശ പണ്ട് നമ്മൾ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞു, ദൈവത്തോടുകൂടെ ഹാനോക്ക് നടന്നുവെങ്കിലും ഹാനോക്ക് ആരെ കണ്ടില്ല? ദൈവത്തെ കണ്ടില്ല. ദൈവത്തെ കാണാതെ അന്ധമായിട്ട് ഇറങ്ങിത്തിരിച്ച് നടന്ന പോലെ ഒരു നടപ്പായിരുന്നു ഇവിടെ മോശ നടക്കുവാനായിട്ട് തുടങ്ങിയത്. മോശ ദൈവത്തെ കണ്ടില്ല, മോശ ദൈവത്തെ മനസ്സിലാക്കിയില്ല. പക്ഷെ മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഈ മിസ്രൈമിൽ വെച്ച് ആരാധിക്കുന്ന ചില ബിംബങ്ങളുടെ മുൻപിൽ നിന്ന് മുട്ടും മടക്കുന്നത് പോലെയല്ല ഞാൻ ഇന്നെന്റെ കണ്ണുകൊണ്ട് കാണാത്ത ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ദൈവത്തിന് ആ ശക്തി എന്നറിയാം. മോശയെ വിളിച്ചു ചോദിച്ചാൽ മോശ പറയും, എൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്ന വടി അങ്ങോട്ട് ഇട്ടപ്പോൾ മിസ്രൈമ മന്ത്രവാദികൾ വടിയിട്ടു, അതെല്ലാം സപ്പമായി തീർന്നു. എന്നാൽ ഈ വടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ബാക്കിയുള്ള മുഴുവൻ സപ്പത്തെയും വിഴുങ്ങിക്കളയുവാൻ കഴിവ് ഈ വടിക്കുണ്ടായിരുന്നു. അത് വടിയുടെ പ്രത്യേകത കൊണ്ടല്ല, ദൈവം പറഞ്ഞ വാക്കിന് മുമ്പിൽ കരങ്ങൾ ആ വടി താഴെയിട്ടതാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ മോശ മനസ്സിലാക്കി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ കണ്ടിട്ട് വിശ്വസിക്കാമെന്നുള്ളതല്ല. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു തോമസിനോട് ഇപ്രകാരം പറഞ്ഞു. തോമസ് പറഞ്ഞു, കർത്താവേ, ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ, പിതാവെ എനിക്കൊന്ന് കാണിച്ചു തരണം. കർത്താവായ യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. തോമസെ, എന്നിട്ട് അവസാനമായിട്ട് പറഞ്ഞൊരു വേർഡുണ്ട്, നീ കാണാതെ വിശ്വസിച്ചത് ഭാഗ്യവാന്മാർ. ഇന്ന് മനസ്സിലാക്കിക്കോണേ, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്, ഞാനും നിങ്ങളും കണ്ടുകൊണ്ട് ഉറച്ചു നിൽക്കുന്നത്. ഒരു വ്യക്തി, ഒരാളത്വം എന്നോടുകൂടെ നിൽക്കുന്നത് പോലെ നിങ്ങളെൻ്റെ മുമ്പിൽ ഇരുന്ന് എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം എന്നോടുകൂടെ ഉണ്ടെന്നുള്ളത് എൻ്റെ അകമയുള്ള കണ്ടുകൊണ്ട് ഞാൻ കാണുന്നത് പോലെയാണ് മോശ അന്ന് കാണുവാനിടയായിട്ടുള്ളത്. രാജാവിൻ്റെ കോപത്തിന് മുമ്പിൽ ഭയപ്പെടാതെ ഓടുവാനുള്ള കാരണമായി തീർന്നത്, ഭയപ്പെടാതെ രാജാവിൻ്റെ അനുവാദം രാജാവ് തന്നെ ഇവരെ ഇറക്കി വിടുവാൻ കാരണമായി തീർന്നത്, രാജാവിൻ്റെ കോപത്തെക്കാൾ മുൻപിൽ ഈ മോശ ഒന്ന് കണ്ടു, ഈ ദൈവം ആരെന്ന് മോശ മനസ്സിലാക്കി. ദൈവം ആരെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, രണ്ടാമത്തെ പ്രത്യേകത, മോശ രണ്ടും കൂടെ ഒരു താരതമ്യം ചെയ്തു. വേദപുസ്തകം പറയുന്ന അവൻ അദൃശ്യനായിരിക്കും ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക. അപ്പോൾ മോശയെ വിളിച്ച് നോക്കിയാൽ മോശ ദൈവത്തെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെങ്കിൽ മോശ എന്ത് ചെയ്തു? കണ്ടു. മോശയുടെ ഏത് പ്രവർത്തനം നമ്മൾ എടുത്ത് പഠിച്ചാലും ആ സകല പ്രവർത്തനങ്ങളിലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കണ്ടതുപോലെയാ. മോശ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മോശയ്ക്കറിയാം ഈ പ്രാർത്ഥന നേരെ അങ്ങോട്ട് ഇല്ല, അത് കണ്ടിട്ടില്ല. പക്ഷെ മോശയ്ക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ഈ വായി നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ നേരെ എങ്ങോട്ട് എല്ലാം പോവാ, അങ്ങെയെല്ലാം പോവാ. ഓരോ കാര്യങ്ങൾ മോശ കാണുന്നത് അദൃശ്യനായ ദൈവത്തെ മോശ കണ്ടില്ല. പക്ഷെങ്കിൽ മോശയ്ക്ക് ഒരു ഉറപ്പുണ്ട്, ഈ ദൈവം എല്ലാം കാണുന്നു, ഈ ദൈവം എല്ലാം കേൾക്കുന്നു, ഈ ദൈവം എല്ലാം അറിയുന്നു. ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണം, ഒന്നാമതായിട്ട് ആവശ്യമായിരിക്കുന്നത് എല്ലാം അറിയുന്ന അദൃശ്യനായിരിക്കുന്ന ഒരുവൻ എൻ്റെ ദൈവം. സകലം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം മനസ്സിലാക്കുന്നവൻ, അവൻ അദൃശ്യനാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവൻ സകലതും അറിയുന്നു. രണ്ടാമതായിട്ട് മോശ എന്ത് ചെയ്തു? അദൃശ്യനായിരിക്കും ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാമത് മോശ രണ്ടുപേരെ കൂടെ ഒന്ന് തുലനം ചെയ്ത് നോക്കി. ഒരു തട്ടിൽ ഈ പുറമെ കാണുവാൻ സാധിക്കുന്ന ഫറവോ രാജാവ്, മറുതട്ടിൽ അദൃശ്യനായിരിക്കും ദൈവം. ഇത് രണ്ടും കൂടെ ഒന്ന് തുല്യപ്പെടുത്തി നോക്കിയപ്പോൾ മോശ ഒരു കാര്യം മനസ്സിലാക്കി, ഭയപ്പെടുവാൻ യോഗ്യനെന്ന് പറയുന്നത് ഈ പുറമെ കാണുന്നതായിരിക്കുന്ന ഈ രാജാവിനെ അല്ല, ഭയപ്പെടുവാൻ യോഗ്യൻ അകമേയുള്ളവനാ. അല്ലെങ്കിൽ ആ കാണാത്തവനെയാണ് ഭയപ്പെടുവാൻ യോഗ്യൻ. അവനെയാണ് ഭയപ്പെടേണ്ടത്, അവനെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വലിയ സത്യം മോശ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? അദൃശ്യനായ ദൈവമാണ് ഭയപ്പെടുവാൻ യോഗ്യൻ.
നിങ്ങൾക്കറിയാം മോശ പല തീരുമാനങ്ങളൊക്കെ മോശ എടുത്തു. നിങ്ങൾക്ക് മോശയ്ക്ക് മിസ്രൈം വിട്ടുപോരുക എന്ന് പറയുന്ന മോശയ്ക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം കൊട്ടാരത്തിൽ താൻ ജീവിക്കുമ്പോൾ തന്നെ താൻ ജീവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ നമ്മൾ അന്ന് ചിന്തിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു? കൊട്ടാരത്തിൽ താൻ ജീവിക്കുമ്പോൾ എന്തായിരുന്നു മോശയുടെ പ്രത്യേകത? നിങ്ങൾ മനസ്സിലാക്കണം, മിസ്രൈമിലെ സകല നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൽ നിന്ന വലിയ ധനമെന്നുള്ളത് ആരെണ്ണി? അപ്പോൾ കൊട്ടാരത്തിൽ മോശ ജീവിക്കുമ്പോൾ മിസ്രൈം എന്ന് പറയുന്നത് മോശയ്ക്ക് എന്തല്ല, ഒരു കാര്യമല്ല. കാരണം ഇൻവേർഡ്ലി അകമേ താൻ എന്ത് വിട്ടുകളഞ്ഞതാ? മിസ്രൈം വിട്ടുകളഞ്ഞത്. അപ്പൊ അകം പുള്ളിക്ക് മിസ്രൈം എന്നുള്ള സംഭവമില്ല. അകത്തു നിന്ന് മിസ്രൈം എന്നുള്ള കൺസെപ്റ്റേ മോശയുടെ ഉള്ളിൽ നിന്ന് പോയതാണ്. അകത്തു നിന്ന് ഈ മിസ്രൈം പോയെങ്കിൽ പുറത്ത് മിസ്രൈമിനെ വിടാനാണോ മോശയ്ക്ക് പാട്? സാധാരണ ഏതാ ബുദ്ധിമുട്ട്? പുറത്തുനിന്ന് വിടാം. പക്ഷെ ഏതാ ബുദ്ധിമുട്ട്? അകത്തുനിന്ന് വിടാൻ. മോശയുടെ ജീവിതത്തിൽ അതല്ല. മോശ അകത്തുനിന്ന് ഓൾറെഡി വിട്ടു. മിസ്രൈം മോശയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. മിസ്രൈമിൽ താൻ നിൽക്കുന്ന സമയത്ത് മിസ്രൈമിനെ കുറിച്ച് യാതൊരു വിധത്തിലും മിസ്രൈം തൻ്റെ ഉള്ളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അവിടുത്തെ ടോട്ടലി താൻ വിട്ടുകളഞ്ഞത്. പക്ഷെങ്കിൽ അങ്ങനെയുള്ള മോശയ്ക്ക് മിസ്രൈം പുറമെ വിടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി. വളരെ ഈസിയാണ് പുറമെ മിസ്രൈം വിട്ടു പോകുക. പക്ഷെ ഇവിടുത്തെ വിഷയം ഇതല്ല. രാജാവിൻ്റെ കോപം ഭയപ്പെട്ടില്ലെന്നുള്ളതായി എൻ്റെ വിഷയം. മിസ്രൈം വിട്ടു പോകുന്നില്ലയോ എന്നുള്ളതല്ല. ഇവിടെ രാജാവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മോശ രാജാവിനെ ഭയപ്പെട്ടില്ല. എന്താ മോശയെ നിനക്ക് സംഭവിച്ചത്? രാജാവ് പറഞ്ഞു, മുഖത്തോട് നോക്കിയല്ലേ പറഞ്ഞത്, നീ ഇനി എൻ്റെ മുഖം കാണുന്ന ആളിൽ നിന്നെ കൊല്ലും, നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് നിനക്കെന്താ ഒരു ഭീതി ഇല്ലാത്തത്? മോശയെ വിളിച്ച് മോശയ്ക്ക് ഒരു കാര്യം അറിയുക, ഇവൻ്റെ കയ്യിലൊന്നും അല്ല എൻ്റെ ഭാവി ഇരിക്കുന്നില്ല. മനസ്സിലായില്ല? ഇവൻ്റെ കയ്യിലൊന്നും അല്ലെന്ന് എൻ്റെ ഭാവി. എന്റെ ഭാവി ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ്. അവനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടാൽ ഭയപ്പെടേണ്ടാത്തവനെ ഭയപ്പെടേണ്ടി വരികയില്ല. മനസ്സിലായോ? ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടാൽ ഭയപ്പെടാണ്ടാത്തവനെ ഭയപ്പെടേണ്ടി വരികയില്ല. ശൗലേ, നിന്നെ ദൈവം വിളിച്ചതാ. നീ ദൈവത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ആരെ കൊല്ലുവാൻ വേണ്ടി ദൈവം നിന്നെ അയച്ചുവോ ആ ഫെലിസ്തീനായിരിക്കുന്ന അഗ്രചർമ്മയെ കണ്ട് നീ ഭയപ്പെടത്തില്ല. മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലാക്കണം, യേശു ഭയപ്പെടുവാൻ കാരണമായിരിക്കുന്നത് എവിടെയെന്ന് ചിന്തിക്കുമ്പോൾ ഭയപ്പെടേണ്ടവനെ ഭയപ്പെടാതിരിക്കുമ്പോൾ ഭയപ്പെടാണ്ടാത്തവനെ ഭയപ്പെടുവാനിടയായി തരും. നിങ്ങൾക്ക് ബോൾഡായിട്ട് നിൽക്കുവാൻ സാധിക്കും. ഭയപ്പെടുന്നവനെ ഭയപ്പെട്ട സ്വർഗത്തിലെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവത്തെ ഭയത്തോടെ കണ്ടുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം നിവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു രാജാവിനെയും ഭയപ്പെട്ടു വരത്തില്ല. മോശ രണ്ടും കൂടെ തുലനം ചെയ്ത് ആരെയാ ഭയപ്പെടേണ്ടത്? മോശ സത്യം മനസ്സിലാക്കി. ഞാൻ ഭയപ്പെടേണ്ടത് ആരെ? ദൈവത്തെ. ഏത് ദൈവത്തെ? കണ്ടിട്ടില്ല. അദൃശ്യനായിരിക്കും ദൈവത്തെ. ആ ദൈവത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ആ വര മോശ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. ഒന്ന് ഞാൻ പറഞ്ഞത് അദൃശ്യനായിരിക്കും ദൈവമാണ് അവൻ്റെ ദൈവം എന്നുള്ള മനസ്സിലാക്കി. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും, നീ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്നാ? ഈ ദൈവം ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കൂടെ നടന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ചോദ്യം ചോദിക്കത്തില്ല. ചോദിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാം, ഇടയ്ക്കിടയ്ക്ക് ദൈവം മുങ്ങുന്നുണ്ടാ. അതാ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഈ ദൈവം കൂടെ ഇല്ലേ, അതാ കാരണമായി തീർന്നത്. എന്നാൽ മോശയുടെ ജീവിതത്തിൽ അങ്ങനെ ഇഷ്യൂവേ ഇല്ല. മോശ ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഒരു വിഷയമല്ല. മോശയ്ക്ക് ഒരു കാര്യമുണ്ട്, അവൻ ഒരിക്കലും ഏകനായി വിട്ടുകളയത്തില്ല. രണ്ട്
ആരെ ഭയപ്പെടണം എന്നുള്ളത് മോശ മനസ്സിലാക്കി. അണ്ടർസ്റ്റാൻഡ് ദിസ് ഫണ്ടമെന്റൽ തിങ്സ്. ദിസ് വിൽ എലിമിനേറ്റ് യുവർ ഫിയർ ഫ്രം യുവർ ലൈഫ്. ആരെ ഭയപ്പെടണം? ഭയപ്പെടുവാൻ കഴിവുള്ളവൻ സ്വർഗ്ഗത്തിലെ ദൈവം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കൊല്ലുമെന്ന് പറഞ്ഞാലും ദൈവം അലവ് ചെയ്യാത്തടത്തോളം കാലം തൊടുവാൻ സാധ്യമല്ല. ദൈവം അനുവാദം കൊടുക്കാതെ യാതൊന്നും സാധ്യമല്ല. എന്ത് വേണം? മൂന്നാമത്തെ പ്രത്യേകത, മോശയുടെ മൂന്നാമത്തെ പ്രത്യേകത, ഹി വാസ് ഷുവർ ഓഫ് ഹിസ് കോളിംഗ്. രാജാവിൻ്റെ കോപം ഭയപ്പെടാതിരിക്കുവാനുള്ള മൂന്നാമത്തെ കാരണം, ഹി വാസ് ഷുവർ ഓഫ് ഹിസ് കോളിംഗ്. തൻ്റെ വിളിയെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യം മോശയ്ക്കുണ്ടായിരുന്നു. ആക്ട് 7:25, അപ്പോസ്തലർ 7:25. കൊട്ടാരത്തിൽ താൻ ആയിരിക്കുമ്പോൾ തന്നെ മോശ ഒരു കാര്യം മനസ്സിലാക്കിയതാ, ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അധീനതയിൽ വിടുവിക്കുവാനാണ് ഈ പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ ദൈവം എന്നെ ജീവനോടെ ശേഷിച്ചത്. അല്ലെ അന്നേ നദി മുങ്ങിപ്പോകേണ്ടതാ, അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടാളക്കാർ വെട്ടിക്കൊല്ലേണ്ടതാ. ഇതൊന്നും സംഭവിക്കാതെ കഴിഞ്ഞ നാളുകൾ പല പ്രാവശ്യം പാമ്പൊടി ഏറ്റെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. പല പ്രാവശ്യം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് മാറിപ്പോകാനൊരു കാരണം എന്നാണെന്നറിയാമോ? ഈ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്തു നിന്ന് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആയുസ്സിനെ നീട്ടിത്തന്ന് ഇന്നും കാവൽ ചെയ്യുവാൻ കാരണം, God has a definite purpose on my life. ദൈവത്തിന് വ്യക്തമായിട്ട് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. മോശയ്ക്ക് മനസ്സിലായി എന്താ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്നുള്ളത്. എന്താ എന്നെക്കുറിച്ചുള്ള പ്ലാന്? ഈ മിസ്രൈം ജനത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം? വാഗ്ദത്ത നാട്ടിലേക്ക്. മിസ്രൈമിനെ അധികാരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാനാണ് ദൈവം എന്നെ വിളിച്ചതെങ്കിൽ, ഫറവോ രാജാവെ, നിന്നോട് എനിക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഈ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിക്കുന്ന കാലം വരെ നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞു? കാരണം തനിക്കറിയാം തന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത്. തന്നെ വിളിച്ചൊരു ജോലിയുണ്ട്. ഇവിടെ ഇടയ്ക്ക് വെച്ച് രാജാവ് താൻ മിസ്രൈമിലായിരിക്കുമ്പോൾ മിസ്രൈമിൽ വെച്ച് തന്നെ കൊല്ലുകയാണെങ്കിൽ ദൈവം തന്നെ ഫലമേൽപ്പിച്ച വേല അവിടെ വെച്ച് അവസാനിക്കുക. ദൈവം വിളിച്ചവനാ, ദൈവം വിശ്വസ്തനാ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അളവിൽ നിന്നുകൂടി ഞാൻ പറയാം. ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു വേല ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ വേല നിങ്ങൾക്ക് ബോധ്യമാക്കി തന്നിട്ട് നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാതെ ഈ ലോകത്തു നിന്ന് ഏതെല്ലാം രോഗം വരട്ടെ, മേ ബി ഒരു ട്രെയിൻ നിങ്ങളുടെ മേളിൽ കയറട്ടെ, അതിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് വരും. ലോകത്തിന് നിങ്ങളെ കൊല്ലാൻ പറ്റത്തില്ല സഹോദര. എന്താ കാരണമെന്നറിയാമോ? വിളിച്ചപ്പോൾ തന്നെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വിളിച്ചത്. വിളിച്ചത് ഒരു അറിവോടു കൂടിയാണ് വിളിച്ചത്. ദൈവത്തിന് പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. ഇത് ഞാൻ ചാകുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം നിങ്ങളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് അധികാരി എഴുന്നേറ്റാലും നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല. കാരണമോ? വിളിച്ചത് ദൈവം. മോശയ്ക്കറിയാം, എന്നെ വിളിച്ചതിന് ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ഞാൻ മുഖാന്തരമായിട്ടാണ് ഈ ജനം രക്ഷപ്പെടുവാൻ പോകുന്നത്. ഒരു കാര്യം അത്യാവശ്യമായി, എന്താ വിളി എന്താണെന്നുള്ളത് ബോധ്യമാകണം. വിളിയുടെ നടുവിൽ വേണ്ടാതനം കാണിച്ചാൽ വാഗ്ദത്തനാട് ചെല്ലത്തുമില്ല. മോശയ്ക്ക് അതാ സംഭവിച്ചത്. ഒത്തിരി നല്ല കാര്യം ചെയ്തു, പക്ഷെങ്കിൽ ദൈവം പറയാത്തത് ചെയ്തപ്പോൾ ദൈവം മോശയെ വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, കുഞ്ഞേ, കാര്യങ്ങളൊക്കെ കൊള്ളാം, ഇത്രയും നീ നന്നായിട്ട് ചെയ്തു, പക്ഷെ നീ എങ്ങോട്ട് കയറത്തില്ല. എന്നാൽ ഒരു കാര്യം സത്യം മനസ്സിലായി പോകണം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വേല നാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഒരു പർവ്വതം വന്നാലും സമുദ്രമധ്യേ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നെ ദൈവം വിളിച്ചു.
understand the purpose of God's calling in your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പർപ്പസ് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ജീവിതത്തിന് ഏത് സ്ഥാനത്തും നിൽക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട്. പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒഫീഷ്യലി എനിക്ക് വലിയ പ്രശ്നം വന്നു. ആ പ്രശ്നത്തിൽ ഒരു രീതിയിൽ ഞാൻ സിൻസിയറായിരുന്നു. പക്ഷേ ഒരു വലിയ കടബാധ്യത എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സ്പോൺസറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നെക്സ്റ്റ് മൺഡേ മോർണിംഗ് യു കം, ഞാൻ ഐ ആം ഗോയിങ് ടു പുട്ട് യു ഇൻ ജയിൽ. ഈ വേർഡ് ഞാൻ ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ സൺഡേ ഈവനിങ് സാറ്റർഡേ ആണ് ഞാൻ പോയി കണ്ടത്. സാറ്റർഡേ ഈവനിങ് വാസ് പ്രേയിങ്. ദൈവം എന്നോട് എനിക്ക് വ്യക്തമായിട്ട് കാര്യം കാണിച്ചു തന്നു, യു ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം. ഞാൻ പറയട്ടെ, പല മൺഡേയ്സ് ഞാൻ ആ ബൈബിൾ സ്റ്റഡിയിൽ അന്ന് പായ ഇരിക്കുന്ന സമയം ഞാൻ എന്നോട് തന്നെ ചോദിക്കും, അടുത്ത മൺഡേ ബൈബിൾ സ്റ്റഡി ഞാൻ ഇവിടെ ഇരിക്കുമോ അതോ ഞാൻ ചെയ്യില്ല. പക്ഷേ ഒരു കാര്യം ദൈവം എനിക്ക് ബോധ്യം തന്നു, ഇത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ എടുത്തൊരു മിനിസ്ട്രി അല്ല, ഇറ്റ്സ് ഗോഡ് ഗിവൻ പർപ്പസ്. ഞാൻ മനസ്സിലാക്കി, ആരെല്ലാം എന്തെല്ലാം പ്രശ്നമുണ്ടാക്കിയാലും ഒരിക്കൽ പോലും ഈ ദൈവവേലയിൽ നിന്ന് എന്നെ മാറ്റുവാൻ സാധ്യമല്ല. സംഭവത്തിൽ എന്നെ ജയിലിലിടുമെന്ന് പറഞ്ഞ ആള് ആ ചെന്ന മണ്ടയിൽ ഒരു പ്രമോഷനോടുകൂടെ അതേ സ്ഥാപനം ജോലി തന്ന വിതിൻ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സെൽഫായിട്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ വേറെ ജോലി തപ്പിപ്പോയി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വേണം, ദൈവം നിങ്ങളെ വിളിച്ചുവെങ്കിൽ, ദൈവം വിളിച്ച പോലെ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഏതെല്ലാം വ്യക്തി കൊണ്ട് ജയിലിൽ കൊണ്ട് ഇടുമെന്ന് പറഞ്ഞാലും നത്തിങ്, അവർക്ക് നിങ്ങളുടെ രോമത്തെ തൊടാൻ പോലും സാധ്യമല്ല. എന്താ ആവശ്യമായിരിക്കുന്നത്? മോശയ്ക്ക് തൻ്റെ വിളിയെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യമുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള സമയത്ത് എൻ്റെ അടുക്കൽ വരുന്ന ദൈവമക്കൾക്ക് ഞാൻ കൊടുത്തതൊരു വേർഡുണ്ട്, അതാ എന്നെ അന്ന് ബലപ്പെടുത്തിയത്. ആ വാക്യം ഇതാണ് ശലോമോനോട് ദാവീദ് പറഞ്ഞൊരു വേർഡാണ്. ദൈവത്തിൻ്റെ ആലയം പണിവാനായിട്ട് ശലോമോന് ദൈവം അനുവാദം കൊടുത്തു. എന്നിട്ട് പറയുന്നൊരു വേർഡ് ഇതാണ്, എൻ്റെ മകനെ ശലോമോനെ, നിന്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ എല്ലാ വേലയും നിവർത്തിക്കുന്ന നാൾ വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഞാൻ ആ വാഗ്ദത്തം തരുവാൻ ആഗ്രഹിക്കുക. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച വേല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ നിങ്ങളോടുകൂടി എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഏതെല്ലാം സാഹചര്യം ഉയർന്നു വരട്ടെ, ഭയപ്പെടേണ്ട ഒരു ആവശ്യം വരത്തില്ല. ദൈവം എന്നോട് കൂടെ. അവസാനമായി 4-ാമതായിട്ട് മോശെ, നീ എന്തുകൊണ്ട് ധൈര്യമാണ് നിൽക്കുന്നു? സമയങ്ങളിലല്ലോ. 4-ാമത്തെ വിഷയം വളരെ ഇമ്പോർട്ടൻറ്റ്. മോസസ് വാസ് ഹിയറിംഗ് the voice of God constantly. Moses was hearing the voice of God constantly. Exodus chapter 5 verse 1, chapter 6 verse 10 and 11, chapter 8 verse 1 and 2.